അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കിന്ന് പഠിക്കാനുള്ളത് പുതിയ ഫസ്ലാണ്. ഫസ്ലുൻ ഫി ത്വലാഖ്. ത്വലാഖിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. കുറച്ച് മുമ്പ് വരെ സോഷ്യൽ മീഡിയകളിലെ പത്രമാധ്യമങ്ങളിലെ മുത്തലാഖ് സംബന്ധിയായിട്ടുള്ള ചർച്ചകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. മുത്തലാഖ് നിരോധന നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഏതായാലും അത്തരത്തിലുള്ള ചർച്ചകളിലൂടെ ഇസ്ലാമിനെക്കുറിച്ച് തീരെ അറിയാത്ത, മനസ്സിലാക്കാൻ തുനിയാത്ത ആളുകളിലേക്ക് ഒരു തരത്തിലുള്ള മോശപ്പെട്ട ചിന്ത ഇട്ടുകൊടുക്കാൻ മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ഇസ്ലാമിൽ ത്വലാഖ് എന്നുള്ളത്, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രോത്സാഹനീയമായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്ന അല്പം ചില ആളുകളെങ്കിലും ഇന്നും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഏതായാലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്നുള്ളത് ത്വലാഖിനെ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അബ്ഗളുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖു. ഹലാലായ കാര്യങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമായിട്ടുള്ള കാര്യം ഭർത്താവ് ഭാര്യയെ ത്വലാഖ് ചൊല്ലലാണ്, ദാമ്പത്യ ജീവിതം ഒഴിവാവലാണ് എന്നാണ്. ഓക്കെ, മറ്റൊരിടത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഭൂമിയിൽ ഏതൊരിടത്ത് െങ്കിലും ഒരു ത്വലാഖ് സംഭവിക്കുകയാണ് എങ്കിൽ, ഭർത്താവ് ഭാര്യയെ ഒഴിവാക്കുകയാണ് എങ്കിൽ, അത് കാരണത്താൽ അല്ലാഹു തആലയുടെ അർശ് വരെ വിറക്കുമെന്ന്. ഓക്കെ, അത്രത്തോളം ഗൗരവകരമായിട്ടുള്ള, തീരെ നടക്കാൻ പാടില്ലാത്ത കാര്യമായിട്ടാണ് ഇസ്ലാം ത്വലാഖിനെ കാണുന്നത് എന്നർത്ഥം. ഓക്കെ, ഇസ്ലാം അത്രത്തോളം ത്വലാഖിനെ നിരുത്സാഹപ്പെടുത്തുന്നു. പിന്നെയും എന്തുകൊണ്ടാണ് അല്ലാഹു തആല അതിനെ ഹലാലാക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ടായേക്കാം. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദാമ്പത്യ ജീവിതം എന്നുള്ളത് രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ളതാണ്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ളതാണ്. മനുഷ്യന്മാരാകുമ്പോൾ അവരുടെ സ്വഭാവ വിശേഷ ഗുണങ്ങൾ പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കാം. ഓക്കെ, അങ്ങനെ എങ്ങനെ വ്യത്യാസപ്പെടുകയാണ് എങ്കിലും അവർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പരമാവധി സന്തോഷ ജീവിതം നയിക്കാനാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി അഥവാ അവർക്ക് തീരെ പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു ദാമ്പത്യ ജീവിതമാണ് എങ്കിൽ, ഒന്നുകിൽ ഭാര്യയുടെ സ്വഭാവങ്ങൾ തീരെ ഭർത്താവിന് പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ നന്നായിട്ട് മർദ്ദിക്കുന്ന ആളാണ്. ഓക്കെ, ഭർത്താവിൻ്റെ ചെയ്തികളെ ഒരിക്കലും അതുമായിട്ട് സമരസപ്പെടാൻ ആർക്ക് കഴിയുന്നില്ല, ഭാര്യയ്ക്ക് കഴിയുന്നില്ല. അവർ പിന്നെയും ദാമ്പത്യ ജീവിതത്തിലൂടെയായിട്ട് മുന്നോട്ട് പോയാൽ അത് കൂടുതൽ വഷളത്തരത്തിലേക്ക് നയിക്കാം എന്നുണ്ടെങ്കിലാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്, ത്വലാഖിനെ ഒരു പ്രതിവിധിയായിട്ട് കാണുന്നത്. ഓക്കെ, ഇനിയും മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നിടത്ത് മാത്രമേ ത്വലാഖ് ഉപയോഗപ്പെടുത്താവൂ എന്നതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ എന്നർത്ഥം. അത് തന്നെ ത്വലാഖ് ചൊല്ലുമ്പോൾ പരമാവധി ചുരുക്കണം, പരമാവധി ഒന്ന് തന്നെ ചൊല്ലണം, മൂന്നെണ്ണവും ചൊല്ലാൻ പാടില്ല എന്നൊക്കെയാണ് ഇസ്ലാം പറയുന്നത്. ഓക്കെ, ഏതായാലും ഇതൊക്കെയാണ് ത്വലാഖിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് കിതാബിലേക്ക് കടക്കാം. ഫസ്ലുൻ ഫി ത്വലാഖ് വഹുവ ലുഗത്തൻ. ഇനി ത്വലാഖ് എന്നുള്ള ആ പദം, അത് ലോകത്തെ നിലക്ക് ഹല്ലുൽ ഖൈദി, ബന്ധനം ഒഴിവാക്കുക, അഴിക്കുക എന്നതാണ് ത്വലാഖ് എന്നതുകൊണ്ടുള്ള ഭാഷാർത്ഥം. ഇനി ഷറഅൻ നിലക്ക് ത്വലാഖിൻ്റെ താരീഫ് എന്താ, ഹല്ലു അഖ്ദിൻ നിക്കാഹി ബിൽ ലഫ്ളിൽ ആത്തി. ഇനി ത്വലാഖിന് നമ്മൾ പരിഗണിക്കുന്ന ചില ലഫ്ലുകൾ വരുന്നുണ്ട്, പദങ്ങൾ വരുന്നുണ്ട്. ആ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിക്കാഹ് എന്നുള്ള ഇടപാട് അഴിക്കുന്നതിനെ കുറിച്ചാണ്, ഒഴിവാക്കുന്നതിനെ കുറിച്ചാണ് ഷറഇൽ ത്വലാഖ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ത്വലാഖ് തന്നെ വ്യത്യസ്ത സമയങ്ങൾ വ്യത്യസ്ത ഹുക്കുമുകളാണ് ത്വലാഖിനുള്ളത്. ചിലപ്പോൾ അത് വാജിബായിരിക്കാം, ചിലപ്പോൾ സുന്നത്തായിരിക്കാം, ചിലപ്പോൾ ഹറാമായിരിക്കാം, ചിലപ്പോൾ കറാഹത്തായിരിക്കാം. ഇങ്ങനത്തെ 4 വിധികളും ത്വലാഖിനെ കുറിച്ച് വരുന്നുണ്ട്. ആദ്യമായിട്ട് എപ്പോഴാണ് ത്വലാഖ് ചൊല്ലുന്നത് നിർബന്ധമാകുന്നത് എന്നാണ് ആദ്യം പറയുന്നത്. വഹുവ ഇമ്മാ വാജിബൻ. ത്വലാഖ് എന്നുള്ളത് ചിലപ്പോൾ നിർബന്ധമാകാറുണ്ട്. ഏതുപോലെ, ത്വലാഖ് മൂലിൻ ലം യുരിദിൽ വത്അ. ഈലാ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഈലാ എന്ന് പറഞ്ഞാൽ ഭർത്താവ് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുക എന്ന്. എന്ത്, ഞാനിനി എൻ്റെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുകയില്ല, വത്അയിൽ ഏർപ്പെടുകയില്ല എന്ന് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്ന ആളെക്കുറിച്ചാണ് നമ്മൾ മൂലിൻ എന്ന് പറയാറുള്ളത്. ഓക്കെ, ഒന്നുകിൽ അങ്ങനെ പറയുക, അല്ലെങ്കിൽ 4 മാസത്തിലേറെയുള്ള സമയം, അതായത് 5 മാസത്തിന് ഇനി ഞാൻ ഭാര്യയെ വത്അ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് നമ്മൾ മൂലി എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ്. അത് തന്നെ ലം യുരിദിൽ വത്അ, അവൻ പിന്നീട് വത്അ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല.
ഓക്കെ. ഇനി അവൻ വത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവൻ ആ സത്യം ചെയ്തതിനുള്ള, ആ സത്യം ലംഘിച്ചതിനുള്ള കഫാറത്ത് കൊടുക്കുക, എന്നിട്ട് വത്ത് ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. അവൻ ഇനി വത്തുവും ചെയ്യുന്നില്ല, സത്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ ആ ഭാര്യയെ ത്വലാഖ് ചൊല്ലിക്കൊടുക്കൽ നിർബന്ധമാണ്. ആ ഭാര്യയ്ക്ക് കിട്ടേണ്ടുന്ന ആ ലൈംഗിക അവകാശങ്ങൾ മറ്റൊരു ഭർത്താവിൽ നിന്നും ആ ഭാര്യയ്ക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്നർത്ഥം. ഓക്കെ. ഇനി ഔ മന്ദൂബുൻ, അല്ല എങ്കിൽ ത്വലാഖ് സുന്നത്തുമാകാറുണ്ട്. അതെങ്ങനെയാണ്? ആ ഭർത്താവിന് ഭാര്യയുടെ ബാധ്യതകൾ നിറവേറ്റാൻ അശക്തനാണ് ആ ഭർത്താവ്. ഓക്കെ. ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാനുള്ള ശേഷി അവനില്ല എങ്കിൽ അവൻ ആ ഭാര്യയെ ത്വലാഖ് ചൊല്ലിക്കൊടുക്കൽ. ആ ഭാര്യ മറ്റൊരു ഭർത്താവിനെ തേടി പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തോട്ടെ? അവന് കീഴിലായിട്ട് സുഖമായിട്ട് ജീവിച്ചോട്ടെ എന്നുള്ള നിലയ്ക്ക് അവിടെ ത്വലാഖ് ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ്. വലൗലി അദിമിൽ മൈലി ഇലൈഹ. ഓക്കെ. അവൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ ഇവന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവളിലേക്കൊരു ചാഞ്ചാട്ടമില്ലാത്തതിനാലാണ്. അവളോട് ഇവന് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാനും ഇവന് തോന്നുന്നില്ല എങ്കിൽ ആ അവസരത്തിലും ത്വലാഖ് ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ് എന്നർത്ഥം. ഇനി അല്ലെങ്കിൽ ഔ തകൂന ഗൈറ അഫീഫത്തിൻ, അല്ലെങ്കിൽ ആ ഭാര്യ ചാരിത്ര ശുദ്ധിയുള്ള സ്ത്രീയല്ല, അവൾ സിനയിൽ ഏർപ്പെടുന്ന സ്ത്രീയാണ് എങ്കിലും അവളെ ത്വലാഖ് ചൊല്ലൽ സുന്നത്താണ്. മാലം യഖ്ഷൽ ഫുജൂറ ബിഹ, അവളെ കൊണ്ട് ഫുജൂറിനെ പേടിക്കാത്ത കാലത്തോളം. അവളെ ഇപ്പോൾ ഞാൻ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ അവളെ മറ്റുള്ള ആളുകളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവൾ കൂടുതൽ സാനിയത്താകാനുള്ള സാധ്യതയുണ്ട്, വ്യഭിചാരിയാകാൻ സാധ്യതയുണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ? അവളെ ത്വലാഖ് ചൊല്ലൽ സുന്നത്തില്ല. അങ്ങനെ ഇല്ലാത്ത അവസരത്തിലാണ് ഇങ്ങനെ അഫീഫത്തല്ലാത്ത സാനിയത്തായിട്ടുള്ള സ്ത്രീയെ എന്ത് ചെയ്യാൻ? ത്വലാഖ് ചൊല്ലൽ സുന്നത്തായിട്ടുള്ളത് എന്നർത്ഥം. ഔ സയ്യിഅത്തുൽ ഖുലുഖി, ഒന്നുകിൽ ആ സ്ത്രീ ഗൈറ അഫീഫത്താണ്, അല്ലെങ്കിൽ സ്വഭാവം വളരെ മോശപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയാണ് എങ്കിലും അവളെയും ത്വലാഖ് ചൊല്ലൽ സുന്നത്താണ്. കാരണം അങ്ങനെയാണ് എങ്കിൽ ആ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല എന്നർത്ഥം. ഇനി സയ്യിഅത്തുൽ ഖുലുഖ് എന്നുള്ളതിന് ഒന്നുകൂടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സയ്യിഅത്തുൽ ഖുലുഖ് എന്നാൽ ബിഹൈസു ലാ യുസ്ബറു അലാ ഇശ്റതിഹാ ആദത്തൻ, ബിഹൈസു ഒരു രൂപത്തിൽ, എങ്ങനെ? ലാ യുസ്ബറു അലാ ഇശ്റതിഹാ, അവളോട് കൂട്ടുകൂടുന്നതിൻ്റെ മേൽ ക്ഷമിക്കപ്പെടുകയില്ല, ആദത്തൻ സാധാരണഗതിയിൽ. ഓക്കെ. അതായത് എല്ലാ സ്ത്രീകളാണെങ്കിലും ഏത് പുരുഷനാണ് എങ്കിലും അവർക്ക് മോശപ്പെട്ട ചില സ്വഭാവ വിശേഷണങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ തന്നെ മാപ്പ് നൽകുന്ന, ക്ഷമിക്കപ്പെടുന്ന കാര്യങ്ങളുമാണ്. പക്ഷേ സയ്യിഅത്തുൽ ഖുലുഖ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? സാധാരണഗതിയിൽ ആർക്കും അങ്ങോട്ട് സമരസപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള സ്വഭാവമാണ് ആ സ്ത്രീക്ക് എങ്കിൽ അവളെയും ത്വലാഖ് ചൊല്ലലാണ് സുന്നത്ത്. ഫീ മസ്തലറഹു ഷെയ്ഖുന, സയ്യിഅത്തുൽ ഖുലുഖ് എന്നുള്ളതിന് ഷെയ്ഖുന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ വ്യക്തമാക്കുന്നത് ഈ ഒരു ആശയത്തിലാണ്. ലാ യുസ്ബറു അലാ ഇശ്റതിഹാ ആദത്തൻ എന്നുള്ള രൂപത്തിലാണ് എന്നർത്ഥം. ഓക്കെ. വ ഇല്ല, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, അതായത് സയ്യിഅത്തുൽ ഖുലുഖ് എന്നാൽ ഏതെങ്കിലും ഒരു മോശപ്പെട്ട സ്വഭാവം ഉള്ളവൾ എന്നു തന്നെയാണ് നമ്മൾ അർത്ഥം വെക്കുന്നതെങ്കിലോ, ഫമതാ തൂജദു ഇംറഅത്തുൻ ഗൈറു സയ്യിഅത്തുൽ ഖുലുഖ്, അങ്ങനെയാണ് അർത്ഥം വെക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള മുസ്ഹഫിൻ്റെ നടുക്കണ്ടമായിട്ടുള്ള ഒരു സ്ത്രീയെ എവിടെ കിട്ടാനാണ് എന്നർത്ഥം. ഓക്കെ. എന്നിട്ട് അതിനോട് ഉപോത്പലകമായിട്ടുള്ള ഒരു ഹദീസാണ് പറയുന്നത്. വഫിൽ ഹദീസ് അൽ മർഅത്തു സ്വാലിഹത്തു ഫിൻ നിസാഇ, സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്നും നല്ല ഒരു സ്ത്രീ എന്ന് പറയുന്നത് കൽ ഖുറാബിൽ അഅ്സമി, ഓക്കെ, വെളുത്ത ചിറകുകളുള്ള ഖുറാബിനെ പോലെയാണ്, കാക്കയെ പോലെയാണ്, അത്രത്തോളം വിരളമായിരിക്കുമെന്നർത്ഥം. അതുകൊണ്ട് തന്നെ മോശപ്പെട്ട സ്വഭാവമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാൽ സാധാരണഗതിയിൽ ക്ഷമിക്കപ്പെടാൻ കഴിയാത്ത സ്വഭാവമാണ് ഒരു സ്ത്രീക്കുള്ളത് എങ്കിൽ അവളെ ത്വലാഖ് ചൊല്ലാവുന്നതാണ്, സുന്നത്താണ് എന്നർത്ഥം. ഓക്കെ. ഇനി കൽ ഖുറാബിൽ അഅ്സമി എന്ന് പറഞ്ഞത് കിനായത്തൻ അൻ നുദ്റത്തി വുജൂദിഹ, അങ്ങനെയുള്ള ഒരു മർഅത്ത് സ്വാലിഹത്ത് ഉണ്ടാവൽ വളരെ വിരളമാണ് എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ്, അതിൻ്റെ കിനായത്തായിട്ടാണ് ഖുറാബുൽ അഅ്സം എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതിൽ അഅ്സമു ഹുവ അബ്യദുൽ ജനാഹൈനി, രണ്ട് ചിറകുകളും വെളുത്ത ഇതിനെക്കുറിച്ചാണ് നമ്മൾ അഅ്സം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ത്വലാഖ് ചൊല്ലൽ സുന്നത്തായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഔ യുഅ്മറഹു ബിഹി അഹദു വാലിദൈഹി, ഭർത്താവിൻ്റെ ഉമ്മയോ ഉപ്പയോ ത്വലാഖ് ചൊല്ലാൻ വേണ്ടിയിട്ട് ഭർത്താവിനോട് കൽപ്പിച്ചാലും നീ അവളെ അങ്ങ് ത്വലാഖ് ചൊല്ലിയേക്ക്, അവൾക്ക് കാരണം ഇന്നാലിന്ന കാര്യങ്ങളൊക്കെയാണ് എന്ന്
ഇവൻ്റെ ഈ ഭർത്താവിൻ്റെ ഉമ്മയോ ഉപ്പയോ ഈ ഭർത്താവിനോട് കൽപ്പിക്കുകയാണ് എങ്കിൽ അപ്പോഴും അവളെ ത്വലാഖ് ചൊല്ലൽ അവൻ്റെ മേൽ സുന്നത്താണ്. ഐ മിൻ ഗൈരി തഅന്നുത്തിൻ, അവരത് കൽപ്പിക്കുന്നത് തഅന്നുത്തില്ലാതെയായിരിക്കണം, ധിക്കാര മനോഭാവത്തിലാകാൻ പാടില്ല. ധിക്കാര മനോഭാവത്തിൽ എന്ന് പറഞ്ഞാൽ നീ അങ്ങ് ത്വലാഖ് ചൊല്ലിയേക്ക്, നീ അങ്ങ് വേറെ കെട്ടിയേക്ക് എന്ന് ഒരു കാരണവുമില്ലാതെ മാതാപിതാക്കൾ പറയുകയാണെങ്കിൽ അതനുസരിക്കേണ്ടതില്ല. മറിച്ച് കൃത്യമായിട്ടുള്ള ന്യായം മാതാപിതാക്കളുടെ ഭാഗത്തുണ്ട്. അത് അടിസ്ഥാനത്തിലാണ് അവർ ഈ ഭർത്താവിനോട് കൽപ്പിക്കുന്നത് എങ്കിൽ അവളെ ത്വലാഖ് ചൊല്ലൽ ഭർത്താവിന് സുന്നത്താണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് ഔ ഹറാമുൻ. ഇനി ത്വലാഖ് ചൊല്ലൽ ഹറാമുമാകാറുണ്ട്. അതെങ്ങനെയാണ്? കൽ ബിദഈ, ബിദഈയായിട്ടുള്ള ത്വലാഖ് പോലെ. ബിദഈയായിട്ടുള്ള ത്വലാഖിന് 2 രൂപങ്ങളാണുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക, ബിദഈയായ ത്വലാഖ് അത് ഹറാമായിട്ടുള്ളതാണ്. വഹുവ, ബിദഈയായിട്ടുള്ള ത്വലാഖ് എന്നാൽ ത്വലാഖ് മദ്ഖൂലിൻ ബിഹ. ഓക്കെ, വത്ത് നടക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയെ ത്വലാഖ് ചൊല്ലലാണ്. ഫീ നഹ്വി ഹൈളിൻ, ഹൈള് പോലോത്ത സമയത്ത്. ഹൈള് പോലോത്തതെന്ന് പറഞ്ഞാൽ അവൾ ഹായിളാണ്, അല്ലെങ്കിൽ എന്താണ്, നിഫാസ് ഉള്ളവളാണ്. ഈ അവസരത്തിൽ എന്ത് ചെയ്യുക? അവളെ ത്വലാഖ് ചൊല്ലുക. ബിലാ ഇവളി മിൻഹ, അവളുടെ ഭാഗത്ത് നിന്ന് ഒരു ഇവളുമില്ലാതെ. അതായത് അവൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ത്വലാഖ് ചൊല്ലാൻ, അല്ലെങ്കിൽ അവൾ ഖുൽഅ എന്നുള്ളത് പ്രകാരം അവൾ ഇങ്ങോട്ട് ഇവള് നൽകിയിട്ട് ത്വലാഖ് ചൊല്ലാൻ പറഞ്ഞതാണ്. ഈ അവസരത്തിലൊന്നും ബിദഈയായിട്ടുള്ള ത്വലാഖ് എന്താവൂല, അതായത് അവളെ ഹൈളിൻ്റെ സമയത്ത് ത്വലാഖ് ചൊല്ലൽ ഹറാമാകൂല. മറിച്ച് അവളുടെ ഭാഗത്ത് നിന്നും യാതൊരു തരത്തിലുള്ള എന്തുമില്ലാതെ, സ്വാധീനവുമില്ലാതെ ഹൈളിൻ്റെ സമയത്ത് അവൾ എന്ത് ചെയ്യുക? ത്വലാഖ് ചൊല്ലുക എന്നുള്ളത് ബിദഈയാണ്, അത് ഹറാമാണ് എന്നർത്ഥം. ഔ ഫീ തുഹ്രിൻ ജാമഅഹാ ഫീഹി. ഇനി ബിദഈ എന്ന് പറഞ്ഞാലുള്ള 2ാമത്തെ രൂപം, ഇവൻ അവളെ ജിമാ ചെയ്തിട്ടുള്ള, ഇവർ 2 പേരും വത്ഇൽ ഏർപ്പെട്ടിട്ടുള്ള അതേ തുഹറിൽ വെച്ചിട്ട് അവളെ എന്ത് ചെയ്യാനും പാടില്ല? ത്വലാഖ് ചൊല്ലാനും പാടില്ല. അതിനെക്കുറിച്ചുമാണ് നമ്മൾ ബിദഈയായിട്ടുള്ള ത്വലാഖ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹറാമായിട്ടുള്ള മറ്റൊരു ത്വലാഖാണ് വക ത്വലാഖി മല്ലം യസ്തൗഫി ദൗറഹാ മിനൽ ഖസ്മി. ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട്. അപ്പോൾ അവർ ഓരോരുത്തർക്കും എന്ത് നൽകണം? ഖസ്മ് നൽകണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഒരാളുടെ ഖസ്മ് എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? അവൾക്കുള്ള ഖസ്മ് നൽകുന്നതിന് മുമ്പ് അവളെ ത്വലാഖ് നിർവഹിക്കാനും അവളെ ത്വലാഖ് ചൊല്ലാനും പാടില്ല. അവക്ക് ത്വലാഖിമൻ, ഒരു സ്ത്രീയെ ത്വലാഖ് ചൊല്ലുന്നത് പോലെയും ലം യസ്തൗഫി ദൗറഹാ മിനൽ ഖസ്മി, ഖസ്മിൽ നിന്നുള്ള അവളുടെ ദൗറിനെ, അവൾക്ക് കിട്ടേണ്ടുന്ന ആ ഒരു ഊഴത്തെ ഇവൻ പൂർത്തിയാക്കി വീട്ടിയിട്ടില്ല എങ്കിലും എന്നുള്ളതുപോലെ വക ത്വലാഖിൽ മരീളി, ഈ ഭർത്താവ് രോഗിയായിട്ട് കിടക്കുകയാണ്, അവനും എന്ത് ചെയ്യാൻ പാടില്ല? തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ പാടില്ല. ഏത് ഖസ്ദോട് കൂടെ? ബി ഖസ്ദിൽ ഹിർമാനി മിനൽ ഇർസി, അനന്തരാവകാശത്തിൽ നിന്നും അവളെ തടയണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ. അതായത് നമുക്കറിയാവുന്നതാണ്, ഒരു ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് അവൾക്ക് എന്തുണ്ട്? ഭർത്താവിൻ്റെ സ്വത്ത് ലഭിക്കുമല്ലോ. ഓക്കെ, എന്നാൽ താൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക? ഭാര്യയെ അങ്ങ് ത്വലാഖ് ചൊല്ലിയാൽ പിന്നീട് ഞാൻ മരിച്ചാൽ അവൾക്ക് ഭാര്യ എന്നുള്ള നിലക്കുള്ള സ്വത്ത് കിട്ടില്ലല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ ഈ രോഗിയായിട്ടുള്ള മനുഷ്യൻ ആ ഭാര്യയെ ത്വലാഖ് ചൊല്ലുന്നതും ഹറാമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി വലാ യഹ്റമു ജംഉ സലാസി ത്വൽഖാത്തിൻ, 3 ത്വൽഖത്തുകളെയും ഒരുമിച്ച് കൂട്ടി പറയുക എന്നുള്ളത്. ത്വല്ലഖ്തുകി 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 എന്ന്, അല്ലെങ്കിൽ ത്വല്ലഖ്തുകി സലാസൻ എന്ന് 3 ഒരുമിച്ച് കൂട്ടി പറയൽ ഹറാമൊന്നുമില്ല. പക്ഷേ ബൽ യുസന്നുൽ ഇഖ്തിസാറു അലാ വാഹിദത്തിൻ, ഒറ്റ ഒന്ന് മാത്രത്തിൻ്റെ മേൽ ചുരുക്കൽ, ത്വല്ലഖ്തുകി എന്ന് മാത്രം പറയലാണ് സുന്നത്ത്. അഥവാ ത്വലാഖ് ചൊല്ലേണ്ട സാഹചര്യം ഉണ്ടായാലാണ് കേട്ടോ ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ത്വലാഖിനെ കുറിച്ച് നമ്മൾ വാജിബാകുന്ന, മന്ദൂബാകുന്ന, ഹറാമാകുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി അടുത്തത് മക്റൂഹുൻ. ഇനി ത്വലാഖ് ചൊല്ലുന്നത് കറാഹത്താകാറുണ്ട്. അതെപ്പോഴാണ്? ബി അൻ സലിമൽ ഹാലു മിൻ ദാലിക കുല്ലിഹി, അവിടെ ഹാലു എന്നേ ഉള്ളൂ കേട്ടോ. അതായത് അവിടുത്തുള്ള അവസ്ഥ ഇപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുക. നമ്മൾ വാജിബാകുന്ന അവസ്ഥകൾ പറഞ്ഞു, മന്ദൂബാകുന്നത് പറഞ്ഞു, ഹറാമാകുന്നത് പറഞ്ഞു. ഇതൊന്നും ഇല്ല എങ്കിൽ അവിടെ ഒരു ഭാര്യയെ ത്വലാഖ് ചൊല്ലുക എന്നുള്ളത് കറാഹത്താണ് എന്നർത്ഥം. ലിൽ ഖബരി സ്വഹീഹ്, ഇങ്ങനെ കറാഹത്താണ് എന്ന് പറയാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസാണ് അബ്ഗളുൽ ഹലാലി ഇലല്ലാഹി തആല അത്വലാഖു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഹദീസിലൂടെ മനസ്സിലാക്കുന്നത് എന്താ? അള്ളാഹുവിന് ദേഷ്യമാണ് എന്തിനോടുള്ളത്? ത്വലാഖിനോടുള്ളത് എന്നാണല്ലോ. വ ഇസ്ബാതു ബുഗ്ളിഹി തആല ലഹു,
അള്ളാഹു തആലാക്ക് ത്വലാഖിനോട് ബുഗ്ള് ആണ് എന്ന്, ദേഷ്യമാണ് എന്ന് സ്ഥിരപ്പെടുത്തൽ. അൽ മഖ്സൂദു മിൻഹു, ഇങ്ങനെ സ്ഥിരപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താ? സിയാദത്തു തൻഫീരി അൻഹു, ആ ത്വലാഖിനെ തൊട്ട് കൂടുതൽ വെറുപ്പിക്കലാണ്. അതായത് ത്വലാഖ് ചൊല്ലുക എന്നുള്ളത് അത്രത്തോളം വെറുപ്പോടെ കാണേണ്ട കാര്യമാണ് എന്നതാണ് അള്ളാഹു തആലാക്ക് ദേഷ്യമാണ് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശ്യം എന്നതല്ലാതെ ലാ ഹഖീഖത്തുഹു, എന്തല്ല, ആ ബുഗ്ളിൻ്റെ ഹഖീഖത്തല്ല. ഓക്കെ, അപ്പോൾ ബുഗ്ളിൻ്റെ ഹഖീഖത്താണ്. അള്ളാഹുവിന് അതിന് നന്നായിട്ട് ദേഷ്യമാണ് എന്ന് പറഞ്ഞാലുള്ളൊരു കുഴപ്പം എന്താ? ലി മുനാഫാത്തിഹ ലി ഹുല്ലിഹി, കാരണം അങ്ങനെയുള്ള ഒരു കാര്യം അള്ളാഹുവിൻ്റെ ദേഷ്യം അവിടെ ഹഖീഖത്താണ് എന്ന് വെച്ചാൽ ലി മുനാഫാത്തിഹ, ആ ഹഖീഖത്ത് എതിരിടുന്നുണ്ട് ലി ഹുല്ലിഹി, ആ ത്വലാഖ് ഹലാലാണ് എന്നുള്ളതിനെ. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് തൻ്റെ ഭാര്യയെ എന്ത് ചൊല്ലുക? ത്വലാഖ് ചൊല്ലുക എന്നുള്ളത് ഹലാലായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഹലാലായത് എന്ന് പറഞ്ഞാൽ ഹറാമിൻ്റെ ഓപ്പോസിറ്റിൽ വരുന്ന ഹലാലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഹലാലാണ് എന്നുള്ളതിനോട് എന്തെതിരിടുന്നുണ്ട്? അള്ളാഹു തആലാക്ക് അത് വല്ലാത്ത ദേഷ്യമാണ് എന്നുള്ള ഹഖീഖത്തായിട്ടുള്ള അർത്ഥം എതിരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബുഗ്ള് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഇവിടുത്തെ ഉദ്ദേശം എന്താണ്? സിയാദത്തു തൻഫീരി അൻഹു, അതിനെ തൊട്ട് പരമാവധി വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട്, വെറുപ്പ് നൽകാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് സ്ത്രീക്കാണ് ത്വലാഖ് ബാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഇവർ തമ്മിൽ ഒരു സൗജിയ്യത്ത് ഉണ്ട് എങ്കിലുള്ള അവസരത്തിലാണ് ഈ ഭർത്താവ് ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാൽ ബാധിക്കുന്നത്. ഓക്കെ, ആ ഭാര്യ ബായിനായിട്ടുണ്ട് എന്ന് കരുതുക, ബായിനായിട്ടുള്ള ത്വലാഖായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇവർ ഖുൽഇൽ ഏർപ്പെട്ടിരുന്നു, ഖുൽഇൽ ത്വലാഖ് ചൊല്ലിയാൽ നമുക്കറിയാവുന്നതാണ് ബായിനായ ത്വലാഖായി എന്ന്, അല്ലേ? അല്ല എങ്കിൽ ഈ ഭർത്താവ് ഭാര്യയെ ആദ്യം തന്നെ 3 ത്വലാഖും ചൊല്ലിയിട്ടുണ്ട്, അങ്ങനെ ബായിനായിട്ടുള്ള സ്ത്രീയാണ്. അല്ല എങ്കിൽ ഒരൊറ്റ ത്വലാഖേ ചൊല്ലിയിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ അവളുടെ ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട്, ഇദ്ദ കഴിയലോടുകൂടെ ആ സ്ത്രീയും ബായിനായിപ്പോയല്ലോ. ഏതായാലും അത്തരത്തിൽ ബായിനായിട്ടുള്ള ഭാര്യയ്ക്ക് എന്താവുകയില്ല, ഇവൻ ഇനി ത്വലാഖ് ചൊല്ലിയാൽ അത് ബാധിക്കുകയില്ല എന്നർത്ഥം. ഒന്ന് ശ്രദ്ധിക്കുക, ഇന്നമാ യഖഉ ലിഗൈരി ബായിനിൻ, ഈ ത്വലാഖ് എന്നുള്ളത് ബായിന് അല്ലാത്ത ഭാര്യയ്ക്കേ ബാധിക്കുകയുള്ളൂ. വലൗ റജഅയ്യതൻ ലം തൻഖദി ഇദ്ദതുഹ, ആ ബായിനല്ലാത്ത സ്ത്രീ എന്ന് പറഞ്ഞാൽ റജഅയ്യത്തായിട്ടുള്ള സ്ത്രീയാണ്, അവളുടെ ഇദ്ദ കഴിയാത്ത കാലത്തോളം. ഓക്കെ, 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒരാൾ തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ അവരുടെ ഇദ്ദ കഴിയുന്നത് വരെ അവൾ റജഅയ്യത്താണല്ലോ. ഓക്കെ, അപ്പോൾ റജഅയ്യത്തായിട്ടുള്ള ഭാര്യക്കും ഈ ത്വലാഖ് ഏൽക്കുന്നതാണ്. ഇവൻ ഇനി മറ്റൊരു ത്വലാഖ് കൂടി ചൊല്ലിയാൽ അവൾക്ക് 2 ത്വലാഖായിട്ട് മാറി, അല്ലെങ്കിൽ അവൾക്ക് 3 ത്വലാഖായിട്ട് മാറി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഫലാ യഖഉ ലി മുഖ്തലിഅത്തിൻ വ റജഅയ്യത്തിൻ ഇൻഖദത് ഇദ്ദതുഹ, ബായിനായിട്ടുള്ള സ്ത്രീക്ക് ഇത് സംഭവിക്കൂല എന്ന് പറഞ്ഞാൽ മുഖ്തലിയായിട്ടുള്ള സ്ത്രീക്കും, അതായത് ഖുൽഇൽ ഏർപ്പെട്ട സ്ത്രീക്കും എന്നുള്ളതുപോലെ ഇദ്ദ കഴിഞ്ഞ് റജഅയ്യത്തായ സ്ത്രീക്കും എന്താവുകയില്ല, ഈ ത്വലാഖ് ബാധിക്കുകയില്ല. കാരണം ഇവർ രണ്ടുപേരും ബായിനായിട്ട് മാറിയിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇന്നമാ യഖഉ ലിഗൈരി ബായിനിൻ, ഇനി ആരുടെ ത്വലാഖാണ് സംഭവിക്കുക? ത്വലാഖു മുഖ്താരിൻ മുകല്ലഫിൻ ഐ ബാലിഗിൻ ആഖിലിൻ, ആഖിലും ബാലിഗുമായിട്ടുള്ള സ്വയം ഇഷ്ടപ്രകാരം ത്വലാഖ് ചൊല്ലിയിട്ടുള്ള ഒരാളുടെ ത്വലാഖാണ് സംഭവിക്കുക എന്നർത്ഥം. അപ്പോൾ ഫലാ യഖഉ ത്വലാഖു സബിയ്യിൻ വ മജ്നൂനിൻ, ബാലിഗും ആഖിലുമല്ലാത്ത സബിയ്യിൻ്റെയും മജ്നൂനിൻ്റെയും ത്വലാഖ് അവൻ്റെ ഭാര്യയെ, ആ ഭർത്താവിൻ്റെ ഭാര്യയെ ഏൽക്കുകയില്ല. ഓക്കെ, ഇനി മുഖ്താറിൻ മുകല്ലഫിൻ എന്ന് പറഞ്ഞിരുന്നു, എന്നാൽ മുതഅദ്ദിൻ ബിസക്രിൻ, ഓക്കെ, മത്ത് കൊണ്ട് അതിര് കടന്ന ആളുടെയും ത്വലാഖ് സംഭവിക്കുന്നതാണ്. ഐ ബി ഷുർബി ഖംറിൻ വ അക്ലി ബഞ്ചൻ ഔ ഹഷീഷിൻ, മുതഅദ്ദിൻ ബിസക്രിൻ എന്ന് പറഞ്ഞാൽ മത്ത് കാശ് കൊടുത്ത് വാങ്ങിയവരെ, ഓക്കെ, ഭ്രാന്ത് കാശ് കൊടുത്ത് വാങ്ങിയവരെ, ബി ഷുർബി ഖംറിൻ കള്ള് കുടിച്ചുകൊണ്ടോ, വാക്കിലി ബഞ്ചൻ അല്ലെങ്കിൽ കഞ്ചാവ് തിന്നത് കൊണ്ടോ, ഔ ഹഷീഷിൻ, ഹഷീഷ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ മത്തുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ചെടിയാണ്, കുരാസാനിച്ചെടി എന്ന് പറയും. ഓക്കെ, അതിന് വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത വാക്കുകൾ ഉണ്ടാകാം. ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഭ്രാന്ത് ഉണ്ടാക്കിയ ആളാണെങ്കിൽ അവനും ത്വലാഖ് ചൊല്ലിയാൽ അത് സംഭവിക്കുന്നതാണ്. അതിനുള്ള കാരണം എന്താ? ലിഅസ്യാനിഹി ബിഇസാലത്തി അഖ്ലിൻ, അവൻ്റെ ബുദ്ധി നീക്കിക്കളഞ്ഞു എന്നുള്ള ഒരു തെറ്റ് അവൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ ത്വലാഖ് ചൊല്ലിയാൽ അത് സംഭവിക്കുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഏതിനെതിരായിട്ട്? ബി ഖിലാഫി സക്രാന ലം യതഅദ്ദ ബി തനാവുലി മുസ്കിരിൻ,
ഒരു മുസ്കിർ കഴിച്ചുകൊണ്ട് അതിൽ കടക്കാത്ത സക്രാനിനെതിരായിട്ട്, മത്തി പിടിച്ച ആളിനെതിരായിട്ട്. അതെങ്ങനെയാണ്? കാൻ ഉക്രിഹ അലൈഹി, അവൻ ആ മുസ്കിർ തനാവുല് ചെയ്യാൻ, മുസ്കിർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇക്റാഹ് ചെയ്യപ്പെട്ടവനാണ്, നിർബന്ധിക്കപ്പെട്ടവനാണ്. അപ്പോൾ മറ്റൊരാൾ അവനോട് പറയുകയാണെന്ത്, നീ ഇപ്പോൾ ഈ കള്ള് കുടിക്കണം, അല്ല എങ്കിൽ നിന്നെ ഞാൻ വധിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ ഇക്റാഹിൻ്റെ ഫലമായിട്ടാണ് അവൻ എന്ത് ചെയ്തിട്ടുള്ളത്? കള്ള് കുടിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് അവൻ തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലുന്നത് എങ്കിൽ അത് ത്വലാഖായിട്ട് പരിഗണിക്കുകയില്ല. അപ്പോൾ കാൻ ഉക്രിഹ അലൈഹി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഔ ലം യഅലം അന്നഹു മുസ്കിറുൻ, അത് മുസ്കിറാണ് എന്നറിയാതെ അവൻ മേശമേൽ ഒരു കുപ്പിയിൽ എന്ത് കണ്ടു? കുറച്ച് വെള്ളം കണ്ടു. അത് വെള്ളമാണെന്ന് കരുതി കുടിച്ചതായിരുന്നു. പിന്നീടാണ് കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവനത് മുസ്കിറാണ്, കള്ളാണ് എന്ന് മനസ്സിലായത്. അങ്ങനെ അവന് മത്തായിട്ടാണ് തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലുന്നത്, എന്നാലും അത് ബാധിക്കുകയില്ല എന്നർത്ഥം. ഫലാ യഖഉ ത്വലാഖുഹു, അവൻ്റെ ത്വലാഖ് അവിടെ സംഭവിക്കുകയില്ല. എങ്ങനെയാണ് എങ്കിൽ ഇദാ സാറ ബിഹൈസു ലാ യുമയ്യിസു, അവന് തംയീസ് ഇല്ലാത്ത രൂപത്തിലേക്ക് അവൻ മാറിയിട്ടുണ്ട് എങ്കിൽ, അതായത് ഇവൻ അറിയാതെ കള്ളു കുടിച്ചു, അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെട്ടത് പ്രകാരം അവൻ കുടിച്ചു, അങ്ങനെ കുടിച്ചത് കാരണത്താൽ ഇവന് മത്തി പിടിച്ചു, ഇവന് തീരെ തംയീസ് ഇല്ലാത്ത, താൻ എന്താണ് പറയുന്നത്, ആരോടാണ് പറയുന്നത് എന്നൊന്നും ഉള്ള ഒരു ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് അവൻ എത്തിയിട്ടുണ്ട്. ആ അവസരത്തിലാണ് അവൻ തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയത് എങ്കിൽ അത് സംഭവിക്കുകയില്ല എന്നർത്ഥം. അതിനുള്ള കാരണം ലിഅദ്മി തഅദ്ദീഹി, അവൻ ഇവിടെ അതിൽ കടന്നിട്ടില്ല, അക്രമം പ്രവർത്തിച്ചിട്ടില്ല, ഇക്റാഹ് മൂലമാണ്, അല്ലെങ്കിൽ അറിയാത്തത് കാരണത്താലാണ് അവൻ മുസ്കിർ കഴിച്ചിട്ടുള്ളത് എന്നർത്ഥം. ഇനി ഒരാൾ വാദിക്കുകയാണ്, ഒരാൾ തൻ്റെ ഭാര്യയെ മത്തി പിടിച്ചിരിക്കെ ത്വലാഖ് ചൊല്ലി, എന്നിട്ട് അവൻ വാദിക്കുകയാണ്, ഞാൻ കള്ള് കുടിച്ചിട്ടുള്ളത് എൻ്റെ തഅദ്ദീ കൊണ്ടല്ല, മറിച്ച് മറ്റൊരാൾ എന്നെ ഇക്റാഹ് നടത്തിയതാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വസുദ്ദിഖ മുദ്ദഇ ഇക്റാഹിൻ ഫി തനാവുലിഹി ബിയമീനിഹി, അവൻ്റെ സത്യം കൊണ്ട് എന്ത് ചെയ്യണം? അവനെ സത്യമാക്കപ്പെടണം. അവൻ വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? എന്നെ ഇന്ന ആൾ ഇക്റാഹ് ചെയ്തതാണ് എന്ന്, ഇത് ഉപയോഗിക്കാൻ ഇക്റാഹ് ചെയ്തതാണ് എന്ന് സത്യം ചെയ്യണം. ആ സത്യത്തിനനുസരിച്ച് അവനെ സത്യമാക്കുന്നതാണ്. എങ്ങനെയെങ്കിൽ ഇൻ വുജീദത്ത് ഖരീനത്തുൻ അലൈഹി, ആ ഇക്റാഹിൻ്റെ മേൽ എന്തെങ്കിലും ഒരു ഖരീനത്ത് അവിടെ എത്തിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, കഹബിസിൻ, ഇതുപോലെ തടവ് പോലെ, അതായത് മറ്റൊരാൾ അല്ലെങ്കിൽ ഗുണ്ടകൾ വന്നിട്ട് എന്ത് ചെയ്തതാണ്? അവനെ തടവിലാക്കിയിരുന്നു. അങ്ങനെ അവൻ തടവിൽ നിന്നും ഇപ്പോൾ വരികയാണ്. അതിനുശേഷമാണ് അവൻ പറയുന്നത്, എന്നെ അവിടെ നിന്ന് കുറേ കള്ള് കുടിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ മത്തായിട്ടാണ്, ആ ഇക്റാഹ് മൂലം കള്ള് കുടിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, എൻ്റെ ഭാര്യയെ ഇപ്പോൾ ത്വലാഖ് ചൊല്ലിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചുകൊണ്ട് അത് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. ഇല്ല, ഇനി അങ്ങനത്തെ ഒരു ഖരീനത്തുമില്ല, അവനെ ഒരാൾ ഇക്റാഹ് ചെയ്തതായിട്ട് ആർക്കും അറിയൂല എങ്കിലോ, ഫലാ മുദ്ദ മിനൽ ബയ്യിനത്തി, അപ്പോൾ അവൻ താൻ മുക്റഹാണ് എന്നുള്ള രീതിയിൽ, തന്നെ കള്ളു കുടിക്കാൻ നിർബന്ധിപ്പിച്ചതാണ് എന്നുള്ള രീതിയിൽ ഒരു ബയ്യനത്ത് കൊണ്ടുവരലും കൂടെ നിർബന്ധമാണ്. എന്നാലേ അവൻ്റെ ത്വലാഖ് സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയാൻ പറ്റുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വയഖഉ ത്വലാഖുൽ ഹാസിൽ ബിഹി. ഓക്കെ, ത്വലാഖ് കൊണ്ട് കളിക്കുന്ന ഒരാളാണ്. ഹാസിൽ എന്ന് പറഞ്ഞാൽ തമാശ രൂപേണ ത്വലാഖ് ചൊല്ലുന്നവനെ കുറിച്ചാണ് പറയുക. അതെങ്ങനെ? ബി അൻ ഖസദ ലഫ്ലഹു ദൂന മഅനാഹു, അവൻ ത്വല്ലഖ്തുകി എന്നിങ്ങനെ പാട്ട് പാടി പോവാൻ. ഓക്കെ, അപ്പോൾ ബി അൻ ഖസദ ലഫ്ലഹു, അതിൻ്റെ ലഫ്ലിനെ മാത്രമേ അവൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ദൂന മഅനാഹു, അതിൻ്റെ അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല. അവന് അതൊരു കളിതമാശയായിട്ടാണ് കൊണ്ടു നടക്കുന്നത് എങ്കിലും അവൻ്റെയും അത് ത്വലാഖായിട്ട് പരിഗണിക്കുന്നതാണ്. ഔ ലഇബ ബിഹി, അല്ലെങ്കിൽ അവൻ ത്വലാഖ് കൊണ്ട് കളിക്കുകയാണ്. എങ്ങനെ? ബി അല്ലം യഖ്സിദ് ഷൈഅൻ, അവൻ ത്വല്ലഖ്തുകി എന്ന് വെറുതെ ഇങ്ങനെ പറയുകയാണ്, അതിൻ്റെ അർത്ഥം എന്താണെന്നോ താൻ എന്താണ് പറയുന്നത് എന്നൊന്നും ചിന്തയില്ലാതെ വെറും കളിതമാശയായിട്ടാണ് അവന് ത്വലാഖ് എങ്കിലോ അവൻ്റെ ആ ത്വലാഖും സംഭവിക്കുന്നതാണ്. എന്നിരുന്നാലും വലാ അസറലി ഹിക്കായത്തി ത്വലാഖിൽ ഗൈരി, മറ്റൊരാൾ ത്വലാഖ് ചൊല്ലിയതിനെ ഉദ്ധരിക്കുകയാണ് എങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അംറ് തൻ്റെ ഭാര്യയോട് ത്വല്ലഖ്തുകി എന്ന് പറഞ്ഞു, അവർ ത്വലാഖ് ചൊല്ലിയത് തന്നെയാണ്. ഇത് കേട്ട സെയ്ദ് തൻ്റെ ഭാര്യയോട് പറയാണ്, അംറ് തൻ്റെ ഭാര്യയോട് ത്വല്ലഖ്തുകി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഓക്കെ, ഇതാണ് മറ്റൊരാളുടെ അംറിൻ്റെ ത്വലാഖിനെ തൻ്റെ ഭാര്യയോട് ഹിക്കായത്ത് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ആ ത്വല്ലഖ്തുകി എന്നുള്ള വചനം കൊണ്ട് സെയ്ദ് തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി എന്ന് വരികയില്ല എന്നർത്ഥം. എന്നുള്ളതുപോലെ തസ്വീരിൽ ഫഖീഹി, ഒരു ഫിഖ്ഹി പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഫിഖ്ഹ് പഠിപ്പിക്കുന്ന ഒരാൾ ഈ ത്വലാഖിൻ്റെ സീഗയെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തസവ്വുറാക്കി കൊടുക്കുക
കൊടുക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. അതായത് ത്വലാഖിൻ്റെ സീഗ എന്താണ്? ത്വല്ലഖ്തുകി എന്നുള്ളതാണ്, അല്ലെങ്കിൽ സൗജത്തി ത്വാലിഖുൻ എന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് ത്വലാഖ് പോവുകയില്ല എന്നുള്ളതുപോലെ വലി തലഫുദ് ബിഹി ബിഹൈസു ലാ യുസ്മിഉ നഫ്സഹു, തൻ്റെ നഫ്സിനെ കേൾപ്പിക്കാത്ത രൂപത്തിൽ ആ ത്വലാഖ് കൊണ്ട് ഉച്ചരിച്ചത് കൊണ്ടും കുഴപ്പമില്ല. അതായത് മനസ്സിൽ ഇങ്ങനെ ത്വല്ലഖ്തുകി എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും കുഴപ്പമില്ല എന്നർത്ഥം. ഓക്കെ, ഇനി വത്തഫഖു, ഫിഖ്ഹി പണ്ഡിതന്മാരെല്ലാം യോജിച്ചിട്ടുണ്ട് അലാ വുഖൂഇ ത്വലാഖിൽ ഗൾബാനി. ഓക്കെ, ഒരു ദേഷ്യം പിടിച്ച ആളുടെ ത്വലാഖ് സംഭവിക്കും എന്നുള്ളതിൻ്റെ മേൽ. അതായത് ഭാര്യ എന്തോ ചെയ്തിട്ട് ഭർത്താവ് വളരെയധികം ദേഷ്യപ്പെട്ടു, ആ ദേഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ത്വല്ലഖ്തുകി എന്ന് പറഞ്ഞാലും അവിടെ ത്വലാഖ് സംഭവിക്കുമെന്ന് എല്ലാ പണ്ഡിതന്മാരും യോജിച്ചിട്ടുണ്ട്. ഈ ദേഷ്യം കാരണത്താൽ എൻ്റെ ബോധം തന്നെ നഷ്ടപ്പെട്ടിരുന്നു, അത് കാരണത്താൽ ഞാൻ അറിയാതെ ത്വലാഖ് ചൊല്ലിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവിടെ ത്വലാഖ് സംഭവിക്കുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി ലാ ത്വലാഖ മുക്റഹിൻ, ഒരു മുക്റഹായിട്ടുള്ള ആളുടെ, നിർബന്ധിപ്പിക്കപ്പെട്ട ആളുടെ ത്വലാഖ് സംഭവിക്കുന്നതല്ല. അതിലേക്ക് നമ്മൾ മുമ്പൊന്ന് സൂചിപ്പിച്ചിരുന്നു. അത് മുക്റഹു തന്നെ എങ്ങനെയാവണം? ബി ഗൈരി ഹഖ്ഖിൻ, അവൻ അവകാശമില്ലാതെ, അതായത് യാതൊരു ഈ ഇക്റാഹ് ചെയ്യുന്ന ആൾക്ക് അവനെ ഇക്റാഹ് ചെയ്യിക്കാൻ യാതൊരു അവകാശവുമില്ല. അങ്ങനെയാണ് ഇവൻ ത്വലാഖ് ചൊല്ലാൻ നിർബന്ധിക്കപ്പെട്ടത്. അങ്ങനെ അവൻ ത്വലാഖ് ചൊല്ലിയാൽ ആ ത്വലാഖ് സംഭവിക്കുകയില്ല. ഇനി മുക്റഹ് തന്നെ എങ്ങനെയാവണം? ബി മഹ്ദൂരിൻ, ഒരു ഭീഷണിയായിട്ടുള്ള കാര്യം കൊണ്ടായിരിക്കണം. മുനാസിബിൻ, അവനോട് യോജിച്ചിട്ടുള്ള ഒരു ഭീഷണിയായിട്ടുള്ള കാര്യമായിരിക്കണം. ഓക്കെ, അതായത് ഒരു പണക്കാരനോട് പറയുകയാണെന്ത്, നിൻ്റെ 5 രൂപ ഞാനിപ്പോൾ എടുക്കും, നീ എന്ത് ചെയ്തോ, നിൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ അത് അവനോട് യോജിക്കുന്ന തരത്തിലുള്ള ഒരു ഭീഷണിയേ അല്ല. ഓക്കെ, ഒരു പണക്കാരനായ ആളെ സംബന്ധിച്ചിടത്തോളം 5 രൂപ നൽകിയാൽ അതിൻ്റെ ഭീഷണി മാറുമെന്നർത്ഥം. മറിച്ച് അവനോട് എന്താണ് പറയുന്നത്? നിന്നെ ഞാനിപ്പോൾ കൊല്ലും, നീ നിൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലു എന്ന് പറയുകയാണെങ്കിൽ അത് മഹ്ദൂറാണ്, മുനാസിബാണ്. ഓക്കെ, അപ്പോൾ മുനാസിബായിട്ടുള്ള ഒരു ഭീഷണി കൊണ്ട് മുക്റഹാകുമ്പോഴേ അവൻ്റെ ത്വലാഖ് സ്വീകരിക്കാതിരിക്കുകയുള്ളൂ. ഏതുപോലെ? കഹബിസിൻ ത്വവീലിൻ, ദീർഘകാലത്തെ തടവ് പോലെ. അതായത് നീ ഇപ്പോൾ നിൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിക്കോ, അല്ല എങ്കിൽ 10 കൊല്ലത്തിന് നിന്നെ ഞാൻ ജയിലിലിടുമെന്ന് പറയാണ്. വകദാ ഖലീലിൻ ലിദീ മുറൂഅത്തിൻ, അപ്രകാരം തന്നെയാണ് കുറഞ്ഞ കാലയളവിലുള്ള ഹബസും തടവും. ലിദീ മുറൂഅത്തിൻ, എന്തുള്ള? മുറൂവത്തുള്ള ആൾക്ക് എന്നർത്ഥം. അതായത് സമൂഹത്തിൽ കൂടുതലൊക്കെ വ്യക്തിത്വമുള്ള ഒരാളാണ് എങ്കിൽ അവനെ കുറഞ്ഞ കാലത്തേക്ക് വരെ ജയിലിൽ പാർപ്പിക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുറുവത്ത് പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളോട് നിന്നെ ഞാൻ 2 മാസം ജയിലിലിടും, അല്ല എങ്കിൽ നീ ത്വലാഖ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ തന്നെ അത് മുക്റഹായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വസഫഅത്തിൽ ലഹു ഫിൽ മലഇ, ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഇങ്ങനെ മുറുവത്തുള്ള ആളെ തലക്കടിക്കുന്നത് പോലെയും. അപ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് നിന്നെ ഞാൻ എല്ലാവർക്കും മുന്നിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? നിന്നെ ഞാൻ അപമാനിക്കും, അല്ല എങ്കിൽ നീ ത്വലാഖ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞാലും അവൻ്റെ ത്വലാഖ് അവിടെ സാധുവാകുന്നതല്ല. വക ഇത്ലാഫി മാലിൻ യുളീഖു അലൈഹി, അല്ലെങ്കിൽ യുളയ്യിഖു അലൈഹി. ഓക്കെ, ഒരാളുടെ മേൽ എന്ത് ചെയ്യുന്ന, പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ അവൻ്റെ സമ്പത്ത് നശിപ്പിക്കലും എന്തു തന്നെയാണ്? മഹ്ദൂറും മുനാസിബാണ് എന്നർത്ഥം. ബി ഖിലാഫി നഹ്വി 5 ദറാഹിമ ഫി ഹഖ്ഖി മൂസിരിൻ. ഓക്കെ, ഒരു പണക്കാരൻ്റെ ഹഖിൽ, മൂസിർ എന്ന് പറഞ്ഞാൽ പണക്കാരൻ്റെ ഹഖിൽ ഒരു 5 ദിർഹം നശിപ്പിക്കുന്നതിനെതിരായിട്ട്. ഓക്കെ, ഒരു പണക്കാരനുണ്ട്, അവൻ്റെ 5 ദിർഹം എടുത്തിട്ട് ഈ 5 ദിർഹം ഞാനിപ്പോൾ വലിച്ചെറിയും, അല്ല എങ്കിൽ നീ നിൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ അതിനൊരിക്കലും നമ്മളൊരു ഇക്റാഹായിട്ട് പരിഗണിക്കുന്നതല്ല. അവൻ ത്വലാഖ് ചൊല്ലിയാൽ അത് പൂർണ്ണമായിട്ടുള്ള ത്വലാഖായിട്ട് തന്നെയാണ് നമ്മൾ പരിഗണിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനിയും ഉണ്ട് ഇക്റാഹിനുള്ള ഷർത്തുകൾ. ഷർത്തുൽ ഇക്റാഹി, ഇക്റാഹിൻ്റെ ഷർത്ത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരാളിങ്ങനെ പേടിപ്പിക്കുകയാണെങ്കിൽ അത് ഇക്റാഹായിട്ട് പരിഗണിക്കണമെങ്കിൽ എന്ത് വേണം? ഖുദ്റത്തുൽ മുക്രിഹി അലാ തഹഖീഖി മാ ഹദ്ദദ ബിഹി. ഓക്കെ, ഖുദ്റത്തുൽ മുക്രിഹി, ഈ നിർബന്ധിപ്പിക്കുന്ന ആൾക്ക് കഴിയണം. അലാ തഹഖീഖി മാ ഹദ്ദദ ബിഹി, അവൻ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കാര്യം എന്താണോ അത് കൃത്യമായിട്ട് നിറവേറ്റാൻ അവന് സാധിക്കണം. ആജിലൻ, ഇപ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ അത് നിറവേറ്റാൻ അവന് സാധിച്ചിരിക്കണം. ബി വിലായത്തിൻ, ഒന്നുകിൽ അവൻ്റെ അധികാരം കൊണ്ടാകാം, ഔ തഗല്ലുബിൻ, അല്ലെങ്കിൽ സ്വാധീനം കൊണ്ടാകാം. അതായത് ഈ
ഒരാൾ മറ്റൊരാളോട് പറയാണ് നീ നിൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിക്കോ അല്ലെങ്കിൽ ഞാനിപ്പോൾ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അവൻ കൊല്ലുമെന്നുള്ള ഒരു ധാരണ ആർക്ക് വേണം? ഈ മുക്രഹിന് വേണം. ഓക്കെ, ഇവന് നല്ല അധികാരമുണ്ട്, ഇവൻ കൊന്നാലും ഇവൻ കേസുകളിൽ നിന്നും എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഊരിപ്പോരും. അല്ലെങ്കിൽ ഇവന് നല്ല സ്വാധീനമുള്ള ആളാണ്, ഇവൻ കൊന്നാലും ആരും ഒന്നും പറയുകയില്ല എന്നൊക്കെയുള്ള ഒരു അവസ്ഥ വരുമ്പോഴാണ് അതിനെ നമ്മൾ ഇക്റാഹായിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ, ഇനി ഇക്റാഹിൻ്റെ മറ്റൊരു ഷർത്താണ് വഅജ്സുൽ മുക്രഹി അൻ ദഫ്ഇഹി. ആ ഒരു ഇക്റാഹിനെ തടുക്കാൻ മുക്രഹിന് സാധിക്കാതിരിക്കണം. ബി ഫിറാറിൻ ഔ ഇസ്തിഗാസത്തിൻ, അത് ഒന്നുകിൽ അവനിൽ നിന്നും ഓടിപ്പോയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളോട് സഹായം തേടിയിട്ടായിരിക്കാം. അതായത് ഇവൻ കൊല്ലുമെന്ന് പറയുമ്പോഴേക്ക് ഇവൻ ആളുകളെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഈ കൊലയാളിയെ എന്ത് ചെയ്യാൻ, ഓടിപ്പിക്കാൻ ഇവന് സാധിക്കും, അല്ലെങ്കിൽ ഇവന് തന്നെ സ്വയം ഓടിപ്പോകാൻ സാധിക്കുമെങ്കിൽ അവിടെ നമ്മൾ ഇക്റാഹ് എന്ന് പറയുകയില്ല എന്നർത്ഥം. എന്നുള്ളതുപോലെ വലന്നുഹു, ഈ മുക്രഹിന് ഒരു ലൊന്നും വേണം. എന്ത്? അന്നഹു ഇനിം തന, അവനെങ്ങാനും ഈ പറയുന്ന കാര്യത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് എങ്കിൽ, ഇവിടെ അവൻ ത്വലാഖ് ചൊല്ലിയിട്ടില്ല എങ്കിൽ ഫഅല മാ ഖവ്വഫഹു ബിഹി, ഫഅല ആ മുക്രിഹ് ചെയ്യുന്നതാണ് മാ ഖവ്വഫഹു ബിഹി, ഇവനെ എന്തുകൊണ്ടാണോ പേടിപ്പിച്ചിട്ടുള്ളത് അതേ കാര്യം. അതായത് ഇവനെ കൊല്ലുമെന്നാണ് പറഞ്ഞിട്ടുള്ളെങ്കിൽ ഇവനെ അവൻ കൊല്ലുന്നതാണ് നാജിസൻ, പെട്ടെന്ന് തന്നെ. ഓക്കെ, അപ്പോൾ ഇവൻ അഥവാ ത്വലാഖ് ചൊല്ലിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ അവൻ ആ കാര്യം, ഇവൻ്റെ കൊലപാതകം അവൻ നടപ്പിലാക്കുമെന്ന് ഇവന് ഒരു ലൊന്നുകൂടി ഉണ്ടാവണം. അപ്പോൾ ഈ 3 ഷർത്തുകൾ യോജിച്ചാലാണ് അത് ഇക്റാഹായിട്ട് നമ്മൾ പരിഗണിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു മുക്രഹ് ത്വലാഖ് ചൊല്ലിയാലാണ് അതിനെ നമ്മൾ സാധുവാക്കാത്തത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഫലാ യതഹഖഖുൽ അജ്സു ബിദൂനി ഇജ്തിമാഇ ദാലിക കുല്ലിഹി, ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം യോജിച്ചിട്ടല്ലാതെ ഈ അജ്സ് എന്താവുകയില്ല, തഹഖുഖാവുകയില്ല, ഉണ്ടാവുകയില്ല എന്നർത്ഥം. ഓക്കെ, ഇനി ഇങ്ങനെ ഒരാൾ ത്വലാഖ് ചൊല്ലാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു. ഓക്കെ, നമ്മൾ മുമ്പ് തൗരിയത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ? തൗരിയത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളോടൊരു കാര്യം ചോദിക്കുന്നു, എന്നാൽ നമ്മളതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് എന്ത് നൽകുക, അതിനുള്ള ഉത്തരം നൽകുക. നമ്മൾ പറയുന്നത് നമ്മളുടെ വിശ്വാസപ്രകാരം സത്യമായിരിക്കും, പക്ഷേ അത് നമ്മളോട് ചോദിച്ച ആളുടെ, നമുക്ക് മുമ്പുള്ള ആൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കുകയില്ല. അതിനെക്കുറിച്ചാണ് നമ്മൾ തൗരിയത്ത് എന്ന് പറയുന്നത്. ഏതായാലും ഇങ്ങനെ ഒരാൾ തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണെങ്കിൽ അവിടെ തൗരിയത്ത് ഉദ്ദേശിക്കേണ്ടതുണ്ടോ? അതായത് ത്വല്ലഖ്തു ആയിഷത്ത എന്ന് ഞാനിപ്പോൾ പറയുന്നത് ഞാൻ എൻ്റെ ഭാര്യയായിട്ടുള്ള ആയിഷയെ അല്ല, മറിച്ച് മറ്റൊരാളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ തൗരിയത്ത് വെക്കേണ്ടതുണ്ടോ? വലാ ഇഷ്തറത്തു തൗരിയത്തു, അങ്ങനെ തൗരിയത്ത് വെക്കൽ ഇവിടെ നിബന്ധനയില്ല. അതെങ്ങനെ? ബി അൻ യൻബിയ ഗൈറ സൗജത്തിഹി, തൻ്റെ ഭാര്യയെ അല്ലാതെ ഉദ്ദേശിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഔ യഖൂല സിർറൻ അഖിബഹു, അല്ലെങ്കിൽ തൗരിയത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഇങ്ങനെ ഇക്റാഹ് മൂലം ത്വലാഖ് ചൊല്ലിയതിൻ്റെ തൊട്ടുടനെ തന്നെ ഇവൻ പതുക്കെ പറയുക, എന്ത്? ഇൻഷാ അള്ളാഹ് എന്നുകൂടി പറയാം. അതായത് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ ത്വലാഖ് ചൊല്ലും എന്നുള്ള ഒരു അർത്ഥത്തിലേക്കാക്കുക ഇവൻ്റെ ആ ത്വലാഖിനെ. അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല. ഇനി ഫൈദാ ഖസദൽ മുക്റഹുൽ ഈഖാഅ ലിത്വലാഖ്, ഇനി ഒരാൾ നിർബന്ധിക്കുകയാണ്. അപ്പോൾ ഈ മുക്റഹ് എന്ത് ചെയ്തു? ഇപ്പോൾ ത്വല്ലഖ്തുകി എന്ന് പറഞ്ഞതുകൊണ്ട് ത്വലാഖ് തന്നെ സംഭവിച്ചോട്ടെ എന്നുദ്ദേശിക്കുകയാണെങ്കിൽ വഖഅ, ആ ത്വലാഖ് അവിടെ സംഭവിക്കുന്നതാണ്. കമാ ഇദാ ഉക്രിഹ ബിഹഖ്ഖിൻ, ഓക്കെ, ഒരു ഹഖോട് കൂടെ നിർബന്ധിക്കപ്പെടുന്നത് പോലെ തന്നെ. അതേതുപോലെ കഅൻകാല മുസ്തഹിഖുൽ ഖവദി, ഓക്കെ, ഇവനെ ഖിസാസ് എടുക്കാൻ അർഹനായിട്ടുള്ള ഒരാൾ പറയുന്നത് പോലെ. ഖവദി എന്ന് പറഞ്ഞാൽ ഖിസാസ് എന്നാണ് അർത്ഥം. അതായത് നമുക്കറിയാം, ഒരാൾ മറ്റൊരാളെ വധിക്കുകയാണ് എങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ സെയ്ദ് അംറിൻ്റെ ഉപ്പയെ വധിക്കുകയാണ് എങ്കിൽ പിന്നീട് അംറിന് സെയ്ദിനെ വധിക്കാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അത് ഇമാമൊക്കെ ഗവൺമെൻറ്റൊക്കെ ഇടപെട്ടതിന് ശേഷമാണ്, അല്ലാതെ നേരിട്ടങ്ങോട്ട് വെട്ടാൻ പറ്റൂല. ഏതായാലും ആ അവസരത്തിൽ അംറിന് സെയ്ദിനെ വധിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അംറ് ഇപ്പോൾ സെയ്ദിനോട് വന്നിട്ട് എന്ത് പറയാണ്? നീ നിൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വെട്ടും, ഞാൻ നിന്നെ വധിക്കുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഹഖ് ഇല്ലാതെയുള്ള ഭീഷണിയല്ല, മറിച്ച് അംറിന് സെയ്ദിനെ എന്ത് ചെയ്യാനുള്ള, വധിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ? അപ്പോൾ ഈ അവസരത്തിലാണ് അവൻ മുക്റഹായത് എങ്കിൽ സെയ്ദ് തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാൽ അത് സംഭവിക്കുന്നതാണ്. കാരണം അവൻ മുക്റഹും ബി ഗൈരി ഹഖ് അല്ല എന്നർത്ഥം. അതാണ് ഇവിടെ പറയുന്നത്. കഅൻ ഖാല മുസ്തഹിഖുൽ ഖവദി, ഖവദിന് അർഹതയുള്ള, ഈ സെയ്ദിന് ഖിസാസ് നടത്താൻ അർഹതയുള്ള
അംറ് വന്നിട്ട് പറയാണ് സെയ്ദിനോട് എന്ത് ത്വല്ലഖ സൗജതക, നീ നിൻ്റെ സൗജിനെ ത്വലാഖ് ചൊല്ലിക്കോ, വ ഇല്ലാ ഖതൽതുക ബിഖത്ലിക അബി, അല്ല എങ്കിൽ നീ എൻ്റെ ഉപ്പയെ വധിച്ചത് കാരണത്താൽ ഞാൻ നിന്നെ വധിക്കുന്നതാണ് എന്ന് പറയാണ്. അല്ലെങ്കിൽ ഔ ഖാല റജുലുൻ ലിൽ ആഖരി, ഒരാൾ മറ്റൊരാളോട് പറയാണ് ത്വല്ലിഖഹാ ഔ ലാ അഖ്തുലന്നക ഗദൻ, നീ അവളെ അങ്ങ് ത്വലാഖ് ചൊല്ലിക്കോ, അല്ലെങ്കിൽ ഞാൻ നാളെ നിന്നെ ഞാൻ വധിക്കുമെന്ന് പറഞ്ഞാൽ ഫത്വല്ലഖ, അങ്ങനെ പറയലോടുകൂടെ അവൻ ത്വലാഖ് ചൊല്ലുകയും ചെയ്താൽ ഫയഖഉ ഫീഹിമ, ഈ രണ്ട് അവസരത്തിലും ഇവിടെ ത്വലാഖ് സംഭവിക്കുന്നതാണ്. ഒന്നാമത്തതിൽ എന്താണ്? ഒന്നാമത്തതിൽ ഗൈറു ഹഖല്ല, ഹക്കോട് കൂടെയാണ് അംറ് സെയ്ദിനെ നിർബന്ധിപ്പിക്കുന്നത് അല്ലേ. രണ്ടാമത്തതിൽ ആജില നിലയ്ക്ക് എന്ത് നടത്തുമെന്ന് പറഞ്ഞിട്ടില്ല. അതായത് നീ ത്വലാഖ് ചൊല്ലിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിന്നെ ഞാൻ വധിക്കുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് നാളെ വധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഒരു ഇക്രാഹായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ത്വലാഖ് ചൊല്ലിയാലും അത് സംഭവിക്കുന്നതാണ് എന്നർത്ഥം.